മാതൃഭൂമി ദിനപത്രത്തിൽ 30ഓളം വർഷം ജോലി ചെയ്തിട്ടുണ്ട്. അതിൽ കൂടുതലും റിപ്പോർട്ടിങ്ങിലായിരുന്നു, ഫീൽഡിലാണ്. വളരെ കുറച്ചു കാലം മാത്രമേ ഡെസ്കിൽ ജോലി ചെയ്തിട്ടുള്ളൂ. എനിക്കിഷ്ടവും റിപ്പോർട്ടിങ്ങിൽ പണിയെടുക്കുന്നതിനായിരുന്നു. പക്ഷേ എൻ്റെ ഡെസ്ക് ജീവിതത്തിൽ ചുരുങ്ങിയ കാലമേ ഉള്ളുവെങ്കിലും മറക്കാനാവാത്ത ഒരു ദിവസമുണ്ട്. അത് 1991 മെയ് 21 രാത്രി ഷിഫ്റ്റാണ്. അന്നാണ് രാജീവ് ഗാന്ധി തമിഴ്നാട്ടിലെ ശ്രീപെരുമ്പത്തൂരിൽ LTTE ചാവേർപ്പടയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. അന്ന് 9:30 മുതലുള്ള രാത്രി ഷിഫ്റ്റിൽ ഞാൻ ജോലി ചെയ്യാം. സാധാരണഗതിയിൽ അക്കാലത്ത് മാതൃഭൂമിയിലെ പ്രധാനപ്പെട്ട ഷിഫ്റ്റ്, മെയിൻ ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് 2:30 മുതൽ രാത്രി 9 വരെയാണ്. ഇപ്പോൾ ഈ സാങ്കേതിക സൗകര്യങ്ങളൊക്കെ വർദ്ധിച്ചപ്പോൾ അത് കുറേ കൂടെ വൈകിപ്പിച്ചിട്ടുണ്ട്. കാരണം ഫസ്റ്റ് എഡിഷൻ കുറച്ചുകൂടെ വൈകി ഇറക്കിയാൽ മതി, പുതിയ പ്രസ്, പുതിയ സംവിധാനങ്ങൾ ഒക്കെ വന്നപ്പോൾ. അന്ന് 2:30 മുതൽ 9 വരെയുള്ള ആളുകൾ ആദ്യത്തെ എഡിഷൻ പത്രം തയ്യാറാക്കിയിട്ട് അവർ പോകും. പിന്നീട് അടുത്ത എഡിഷനുകൾ നോക്കാൻ ഡെസ്കിൽ 2 or 3 പേരുണ്ടാകും. ചിലപ്പോഴൊരു ചീഫ് സബ് എഡിറ്ററും 2 സബ് എഡിറ്റർമാരുമായിരിക്കും. പക്ഷേ അന്ന് ഈ മെയ് 21 2 സബ് എഡിറ്റർമാർ മാത്രമാണ് ഡെസ്കിലുണ്ടായിരുന്നത്. അതിലൊന്ന് ഞാനായിരുന്നു, മറ്റേത് എൻ്റെ സഹപ്രവർത്തകനായിരുന്ന S. കൃഷ്ണൻകുട്ടി. ഞങ്ങൾ ഒന്നിച്ച് ഒരേ ദിവസം മാതൃഭൂമിയിൽ ട്രെയിനികളായിട്ട് ജോയിൻ ചെയ്ത ആളുകളാണ്. ഒരു 10-20 അല്ലെങ്കിൽ 10-30 ആയി കാണും. ഈ ടെലിപ്രിൻ്ററിലൊരു മണിനാദം മുഴങ്ങി. അങ്ങനെ ഒരു പതിവുണ്ട്. വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ റിപ്പോർട്ടാണ് വരുന്നതെങ്കിൽ ഈ PTIയുടെയും UNAയുടെയും ടെലിപ്രിൻ്റർ മെഷീനുകളിൽ മണി മുഴങ്ങും. ഒരുപക്ഷെ ഇന്നത്തെ ആളുകൾക്ക് ടെലിപ്രിൻ്റർ എന്ന് പറഞ്ഞാൽ അറിയണമെന്നില്ല. അത് ഈ വാർത്താ ഏജൻസികളുടെ വാർത്ത നമ്മുടെ ഡെസ്കിലെത്തിക്കുന്ന ഒരു യന്ത്രമാണ്. അങ്ങനെ പ്രധാന വാർത്തകൾ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ മണിയടി മുഴങ്ങാറുണ്ട്. ഇങ്ങനെ പെട്ടെന്ന് മണിയടിച്ചു. S. കൃഷ്ണൻകുട്ടിക്ക് അന്ന് ജനറൽ പേജുകളുടെ ചുമതലയാണ്. അതായത് ഫസ്റ്റ് എഡിഷൻ കഴിഞ്ഞാൽ ഏതെങ്കിലും പുതിയ വാർത്തകൾ വന്നാൽ ജനറൽ പേജുകളിൽ പഴയത് മാറ്റി പുതിയത് വയ്ക്കുക, പത്രം ഒന്നുകൂടെ അപ്ഡേറ്റ് ചെയ്യുക. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലി. ചിലപ്പോൾ അവസാന എഡിഷൻസിലൊക്കെ പത്രത്തിൻ്റെ ചില പേജുകളിലൊക്കെ മാറ്റം വരുത്തേണ്ടി വരും. ഞാൻ കൈകാര്യം ചെയ്തിരുന്നത് ലോക്കൽ പേജുകളാണ്, പ്രാദേശിക പേജുകൾ. അത് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന പ്രാദേശികമായ വാർത്തകൾ. അതുതന്നെ 3-4 എഡിഷൻസ് ഉണ്ട്. അതനുസരിച്ച് 4 എഡിഷൻ പത്രങ്ങൾ ഉണ്ടാക്കുക. അതായിരുന്നു എൻ്റെ ചുമതല. ഞാൻ പറഞ്ഞല്ലോ, ജനറൽ ഷിഫ്റ്റിൻ്റെ അല്ലെ ജനറൽ പേജുകളുടെ ചുമതല കൃഷ്ണൻകുട്ടിക്കാണ്. അപ്പോൾ കൃഷ്ണൻകുട്ടി പോയി ടെലിപ്രിൻ്റർ റൂമിൽ നിന്ന് ഈ അപ്പോൾ വന്ന വാർത്ത മുറിച്ചെടുത്തു. ഒരു ടേക്ക് എന്നാന്ന് പറയുക, ഒരു ആദ്യ പാര അല്ലെങ്കിൽ ആദ്യത്തെ ഒരു വാചകം, അതൊക്കെ വരുന്നത് ഒരു ടേക്ക്, ആദ്യത്തെ ടേക്ക്. അത് ഞെട്ടിക്കുന്നതായിരുന്നു. അദ്ദേഹം പെട്ടെന്ന് അല്പം പരിഭ്രാന്തിയോടുകൂടി തന്നെ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഇതെൻ്റെ കയ്യിലേക്ക് തരികയാണ്. ഒറ്റ വരിയുള്ള ഒരു ഫ്ലാഷ് ന്യൂസ്, അതിന് അവർ ഫ്ലാഷ് എന്നാണ് പറയുക. പ്രധാനപ്പെട്ട സംഭവങ്ങളുണ്ടാകുമ്പോൾ ഒറ്റ വരിയിൽ ആദ്യം വിവരം അറിയിക്കും, പിന്നീട് അതിൻ്റെ വിശദാംശങ്ങൾ പിന്നാലെ വരും. ഫ്ലാഷ് ഇതായിരുന്നു: രാജീവ് ഗാന്ധി അസാസിനേറ്റഡ്. ഞാനിപ്പോൾ ഓർക്കുന്ന ഒരു ഡേറ്റ് ലൈൻ പോലുമില്ല, അതെവിടെയാണ് സംഭവിച്ചതെന്ന് പോലും പറഞ്ഞിട്ടില്ല. ഒറ്റ വരി ഫ്ലാഷ്: രാജീവ് ഗാന്ധി അസാസിനേറ്റഡ്. അപ്പം ഫസ്റ്റ് എഡിഷൻ്റെ പ്രിൻറ്റിങ് പ്രസ്സിൽ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോഴാണ് ഈ വാർത്ത വരുന്നത്. അപ്പോൾ ഇനി ആ പത്രം അച്ചടിച്ച് വിതരണം ചെയ്തിട്ട് കാര്യമില്ല. ആദ്യമായിട്ട് ചെയ്യേണ്ടത് പ്രസ് നിർത്തുക എന്നുള്ളതാണ്. വാസ്തവത്തിൽ ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക്, സബ് എഡിറ്റർമാർക്കൊന്നും പ്രിൻറ്റിങ് നിർത്തിവെക്കാനും പറയാനെന്നുള്ളൊരു അവകാശമൊന്നും ഇല്ല. കുറച്ചുകൂടെ സീനിയേഴ്സ് ഉണ്ടെങ്കിൽ മാത്രം അവരാണത് ചെയ്യേണ്ടത്. പക്ഷേ ഞങ്ങളുടെ ഡെസ്കിൽ 2 പേർ മാത്രമേ ഉള്ളൂ. ഞാൻ 2 കൽപ്പിച്ച് പ്രസ്സിൽ വിളിച്ചു പറഞ്ഞു, അച്ചടി നിർത്താൻ പറഞ്ഞു, ചില പ്രധാനപ്പെട്ട വാർത്തകളുണ്ടെന്ന് പറഞ്ഞു, ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു. പിന്നെ ഇനി ഒരു പുതിയ പത്രം ഉണ്ടാക്കുക ആണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നേരത്തെ തയ്യാറാക്കിയ പത്രം അടിച്ച് വിതരണം ചെയ്തിട്ട് കാര്യമില്ല. പ്രസ് നിർത്തി. അപ്പോൾ ഞാൻ കൃഷ്ണൻകുട്ടിയുമായിട്ട് ആലോചിച്ചു. അപ്പോൾ കൃഷ്ണൻകുട്ടി ലൈബ്രറിയിലേക്ക് പോയി. ചിത്രങ്ങൾ വേണമല്ലോ. അന്ന് ലൈബ്രറി എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തികളെയും കുറിച്ചുള്ള ചിത്രങ്ങൾ, അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ, അതിൻ്റെ വിശദാംശങ്ങൾ, ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറീസ്, അതൊക്കെ ഒരു വലിയ കവറിലിട്ട് ലൈബ്രറിയിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. കൃഷ്ണൻകുട്ടി പോയി ചിത്രങ്ങൾ, ആ കവറിൽ നിന്ന് ചിത്രങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട് ആരംഭിച്ചു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ, ഞങ്ങളുടെ ന്യൂസ് എഡിറ്റർ അടക്കമുള്ള ആളുകളെ, അന്നത്തെ പകൽ ഷിഫ്റ്റിലുണ്ടായിരുന്ന ആളുകൾ,
അന്ന് വരാതിരുന്ന വ്യക്തികൾ, ലീവ് എടുത്തിരുന്നവർ, ഇവരെല്ലാവരെയും വിളിച്ച് വരുത്തി. കാരണം അവരുടെ വീടുകളിലേക്ക് വണ്ടികൾ അയച്ചു, സ്വന്തമായിട്ട് വാഹനമുള്ളവർ അതിൽ കയറി വന്നു. പെട്ടെന്ന് ഡെസ്ക് ഒരു പൂർണ്ണ ഡെസ്കായിട്ട് പ്രവർത്തനം ആരംഭിച്ചു. ഞാനിപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങളുടെ അന്നത്തെ ന്യൂസ് എഡിറ്റർ വിജയ് ശങ്കർ, അദ്ദേഹമായിരുന്നു ഫസ്റ്റ് ഷിഫ്റ്റിൻ്റെ ചുമതല ഉണ്ടായിരുന്നത്. അദ്ദേഹം അന്നൊരു കൈലിമുണ്ട് കൊടുത്ത ഈ തിരക്കിനിടയിൽ ഓടി വന്നത്. മുണ്ട് മാറാൻ പോലും അല്ലെങ്കിൽ ഡ്രസ്സ് മാറാൻ പോലും സമയമെടുക്കാതെ അദ്ദേഹം ഓടി വരികയായിരുന്നു. അപ്പോഴേക്കും കിട്ടിയ വിവരങ്ങൾ, അപ്പം ആദ്യത്തെ ടേക്ക് കഴിഞ്ഞ് വീണ്ടും വീണ്ടും ടേക്കുകൾ വന്നുകൊണ്ടിരുന്നു. ഇവിടെ വെച്ചാണ്, എങ്ങനെയാണ് സംഭവിച്ചത്, ചാവേറുകളായിരുന്നു, തമിഴ് ചാവേറുകളായിരുന്നു, ഇതെല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ലൈബ്രറിയിൽ നിന്ന് ചിത്രങ്ങൾ ഞങ്ങൾ സെലക്ട് ചെയ്ത് പ്രസ്സിലേക്ക് അയക്കുന്നതിനോടൊപ്പം തന്നെ ഞാൻ അവിടെ ഇരുന്നു കൊണ്ട് ഒരു വാർത്ത, ആദ്യത്തെ വാർത്ത എഴുതി തുടങ്ങി. ഒരു ഹെഡിങ്ങൊക്കെ ഇട്ട് വാർത്തകൾ എഴുതി അത് പ്രസ്സിലേക്ക് വിട്ടു. അപ്പോഴേക്കുമാണ് ഡെസ്ക് എല്ലാവരും എത്തുന്നു. ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഒരു കൂട്ടായ ഒരു പ്രവർത്തനം, ഞങ്ങൾക്കൊരു നല്ല ഒരു പത്രം, അന്നത്തെ ആ വാർത്തയുടെ പ്രാധാന്യം മുഴുവൻ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സംഭവ വികാസങ്ങൾ, നടന്ന കാര്യങ്ങളെല്ലാം ചേർത്തുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് മെറ്റീരിയൽസൊക്കെ ഉപയോഗിച്ച് ചെറിയ ലേഖനങ്ങളും കുറിപ്പുകളും ഒക്കെ തയ്യാറാക്കി ആവശ്യത്തിന് ചിത്രങ്ങളൊക്കെ നൽകി ഒരു നല്ല ഒരു പത്രം ഞങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചു. പിന്നെ അത് സാധാരണഗതിയിൽ ചെയ്യുന്നത് പോലെ ബസ്സുകളിലൊന്നും കയറ്റി അയക്കാൻ പറ്റുമായിരുന്നില്ല. അതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലേക്കും മാതൃഭൂമിയുടെ വാന് അല്ലെങ്കിൽ കാറുകളടക്കം അല്ലെങ്കിൽ പുറത്തുനിന്ന് ടാക്സി വിളിച്ച് ഞങ്ങൾ ആ പത്രം കൃത്യമായിട്ട് സമയത്ത് എല്ലാവർക്കും എത്തിക്കാൻ സാധിച്ചു. അപ്പോൾ ഈ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ രാജീവ് ഗാന്ധിയെക്കുറിച്ചുള്ള ഓർമ്മകൾ ഇങ്ങനെ മനസ്സിലിങ്ങനെ തിരയടിച്ച് കയറുന്നുണ്ടായിരുന്നു. ഞാൻ ലോക്സഭ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹം ഹൗസിലുണ്ടായിരുന്നത്, അദ്ദേഹത്തിൻ്റെ ആ പ്രസന്നത, അദ്ദേഹം അവിടെ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചില പ്രത്യേകതകൾ, ഇതൊക്കെ ഇങ്ങനെ ഓർത്തുപോയി. അതോടൊപ്പം തന്നെ കൊച്ചിയിൽ ഒരിക്കൽ ഇന്ദിരാഗാന്ധി സ്മാരക വള്ളംകളി നടക്കുകയാണ്. അപ്പോൾ അതിൽ പങ്കെടുക്കാനായിട്ട് രാജീവ് ഗാന്ധിയും ഭാര്യ സോണിയാഗാന്ധിയും കൂടെ എത്തുന്നു. ഒരു VIP ബോട്ടിലായിരുന്നു ഇവരൊക്കെ ഉണ്ടായിരുന്നത്. ലീഡറുണ്ട്, രാജീവ് ഗാന്ധി, സോണിയാഗാന്ധി, ഇവരൊക്കെ ഉണ്ട്. അപ്പം എങ്ങനെയോ ആരുടെയൊക്കെയോ കയ്യോ കാലോ പിടിച്ച് ഞാൻ ഈ ബോട്ടിനുള്ളിൽ കടന്നു കയറി. അപ്പോൾ ഇങ്ങനെ സ്ത്രീകളുടെ ഒരു വള്ളംകളി മത്സരം, അത് ചുണ്ടൻ വള്ളമൊന്നുമില്ല, ചെറിയ പിന്നെ ചുരുളനോ അല്ലെങ്കിൽ വെപ്പോ അങ്ങനെ എന്തോ ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരു വള്ളമായിരുന്നു. ഇങ്ങനെ തുഴഞ്ഞു വരുന്ന സമയത്ത് പെട്ടെന്ന് ഈ സ്ത്രീകൾ കയറിയ ബോട്ട് മറിഞ്ഞു. അപ്പോഴത്തേക്ക് സോണിയാഗാന്ധി വല്ലാതെ അങ്ങ് പരിഭ്രമിച്ചു. കാരണം കായലാണ്, വലിയ ആഴമുള്ള സ്ഥലമാണെന്ന് അവർക്കറിയാം. അപ്പോൾ അവിടെ വള്ളം മറിഞ്ഞാൽ എന്തെങ്കിലും അപകടം സംഭവിക്കുമോ എന്നുള്ളൊരു പേടിയായിരുന്നു. പക്ഷേ നമുക്കറിയാമല്ലോ, കുട്ടനാട്ടിൽ നിന്നൊക്കെ വന്ന തുഴച്ചിലുകാരായിരുന്നു ഈ സ്ത്രീകൾ. അവർക്കതൊന്നും ഒരു പ്രശ്നമൊന്നുമല്ല. വള്ളം പറഞ്ഞാൽ അവർ അപ്പം തന്നെ തിരികെ വള്ളത്തിൽ കയറും. അപ്പോൾ അന്നും അതുതന്നെ സംഭവിച്ചു. അവർ മറിഞ്ഞ വള്ളം നേരെയാക്കി അവരെല്ലാവരും തന്നെ അകത്ത് കയറി. അവർ ഈ സോണിയാഗാന്ധിയൊക്കെ നിന്ന ബോട്ടിൻ്റെ അരികിൽ കൂടെ തന്നെ തുഴഞ്ഞുപോയി, കൈവീശി ഇങ്ങനെ തുഴഞ്ഞുപോയി. സോണിയാജി വിചാരിച്ചത് എന്തെങ്കിലും അപകടം പറ്റിയ ഉടനെ രാജീവ് ഗാന്ധിയോട് പറയുന്നുണ്ടായിരുന്നു, അവർക്കെന്തോ പറ്റിയിട്ടുണ്ട്, അവരെ ആശുപത്രിയിൽ കൊണ്ടുപോകാനുള്ള സജ്ജീകരണങ്ങൾ ചെയ്യണമെന്നൊക്കെ പറയുന്നതൊക്കെ അടുത്ത് നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവർ ഒന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ അവർ വള്ളം തുഴഞ്ഞ് പോവുകയും ചെയ്തു. ഇങ്ങനെയുള്ള നിരവധി ഓർമ്മകൾ ഇങ്ങനെ മനസ്സിലൂടെ കടന്നുപോയി. പക്ഷേ അന്നൊരു സന്തോഷമൊന്നും ഞാൻ പറയുന്നില്ല, ഒരു ചാരിതാർത്ഥ്യം എന്ന് പറയാവുന്നത് ഞങ്ങൾക്ക് അവസരോചിതമായിട്ട് ഒരു ടീമായിട്ട് പ്രവർത്തിക്കാനും നല്ലൊരു പത്രം ഉണ്ടാക്കാനും. നമ്മുടെ 10 മണിയൊക്കെയാണ് ഈ വാർത്തകൾ ലഭിച്ചതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിനുശേഷം ഫസ്റ്റ് എഡിഷൻ മുതൽ ആ വാർത്തയുടെ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു പത്രം അത്ര എളുപ്പമല്ല. ഞങ്ങൾക്കത് ചെയ്യാൻ സാധിച്ചു എന്നുള്ളൊരു കാര്യം ഇപ്പം അന്ന് വളരെ ദുഃഖകരമായൊരു സാഹചര്യമായിരുന്നു എങ്കിൽ പോലും ചാരിതാർത്ഥ്യത്തോടു കൂടി ഓർക്കുകയാണ്. അസർബൈജാൻ, ഇന്തോനേഷ്യ, തജിക്കിസ്ഥാൻ, പെറു. സഞ്ചാരം വോളിയം നമ്പർ 14. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. തിരുവനന്തപുരത്തും ഡൽഹിയിലും മാതൃഭൂമിയുടെ ലേഖകനായിരിക്കുമ്പോൾ കോൺഗ്രസിലെയും CPMലെയും ആന്തരിക സംഘർഷങ്ങൾ അല്ലെങ്കിൽ വിഭാഗീയത, അതൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതിന് ധാരാളം
അവസരം ലഭിച്ചിട്ടുണ്ട്. അതിൽ തന്നെ കൂടുതൽ കോൺഗ്രസ്സിലേതാണ്. കാരണം കോൺഗ്രസ്സിലായിരുന്നു കൂടുതൽ ഗ്രൂപ്പ് പ്രവർത്തനങ്ങളും വ്യക്തികൾ തമ്മിലുള്ള സംഘർഷമൊക്കെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിലെ അക്കാലത്തെ ധാരാളം വിഭാഗീയതയുടെ ചരിത്രം റിപ്പോർട്ട് ചെയ്യാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഒന്ന് 1995 അന്നത്തെ സംസ്ഥാന മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരന് വളരെ കടുത്ത ഗ്രൂപ്പ് പോരാട്ടത്തിനൊടുവിൽ രാജിവെച്ച് പുറത്തു പോകേണ്ടി വന്നു എന്നുള്ള ഒരു ചരിത്രമാണ്, ആ ഒരു കഥയാണ്. എൻ്റെ പത്രപ്രവർത്തന കാലത്ത് കോൺഗ്രസ്സിൽ ഒരു ഭാഗത്ത് കരുണാകരനും മറുഭാഗത്ത് ആൻ്റണിയും, പിന്നീട് ഒരു ഭാഗത്ത് കരുണാകരനും മറുഭാഗത്ത് ഉമ്മൻചാണ്ടിയും, ആ തരത്തിലുള്ള ഒരു ചേരിതിരിവ്, ഒരു ബലാബലം അതാണ് നിലവിൽ ഉണ്ടായിരുന്നത്. 1992 സംഘടനാ തെരഞ്ഞെടുപ്പിന് അന്നത്തെ AICC പ്രസിഡൻ്റായ PV നരസിംഹറാവു തീരുമാനമെടുക്കുന്നു. 20 വർഷത്തിന് ശേഷം 1972 അതിനു മുമ്പ് ഒരു തെരഞ്ഞെടുപ്പ്, കൃത്യമായൊരു തെരഞ്ഞെടുപ്പ്, അതായത് മെമ്പർഷിപ്പ് കൊടുത്ത് ബൂത്ത് തലം മുതലുള്ള തെരഞ്ഞെടുപ്പ് നടന്നത്. ഏറ്റവും അവസാനം 72. പിന്നീട് 92 സംഘടനാ തെരഞ്ഞെടുപ്പിന് റാവു തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള വർക്കിംഗ് കമ്മിറ്റി തീരുമാനിക്കുന്നു. ഇവിടെ KPCC പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നിശ്ചയിച്ചത് ജാനുവരി 31, 1992 ജാനുവരി 31. മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് നേതാവായിരുന്ന പ്രഭാ റാവു ആയിരുന്നു ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിട്ടേണിംഗ് ഓഫീസർ അഥവാ വരണാധികാരി. അപ്പോൾ തുടക്കം മുതലേ ചില തർക്കങ്ങളും സംഘർഷങ്ങളും ഉണ്ടാകുന്നുണ്ട്. ആൻ്റണി പറഞ്ഞു, ഈ കൈപൊക്കി ബൂത്ത് തലത്തിൽ കൈപൊക്കി വോട്ട് ചെയ്യുന്ന ഏർപ്പാട് ശരിയല്ല, അത് ഒഴിവാക്കണം. കാരണം ബൂത്ത് എന്ന് പറഞ്ഞാൽ 10, 15, 20 പേരോ വന്നിരുന്നിട്ട് ഒരു ബൂത്ത് കമ്മിറ്റി തിരഞ്ഞെടുക്കുന്ന ഒരു യോഗമാണ്. അപ്പം രണ്ടുപേർ മത്സരിക്കുന്നു, അതിൽ കൈപൊക്കി വോട്ട് ചെയ്യുന്നു, ആരാർക്ക് വോട്ട് ചെയ്തു എന്നുള്ളത് വളരെ വ്യക്തവും പ്രകടവുമാണ്. അത് ഒരു സംഘർഷത്തിന് പിന്നീട് ഒരു തുടർ സംഘർഷങ്ങൾക്ക് കാരണമാകും. അതുകൊണ്ട് അത് പാടില്ല എന്ന് ആൻ്റണി ഒരു നിലപാടെടുത്തു. പക്ഷേ കരുണാകരൻ അതിനെ എതിർത്തു. ഭരണഘടനയിലെ കൈപൊക്കിയുള്ള വോട്ടിംഗ് ആണ് നിഷ്കർഷിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്നത്. വേണമെങ്കിൽ സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിൽ മറിച്ചും ചെയ്യാം. പക്ഷേ ഭരണഘടന പറയുന്നത് കൈപൊക്കിയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. ഏതായാലും അതനുസരിച്ച് തന്നെ തെരഞ്ഞെടുപ്പ് നടന്നു. പിന്നെ മണ്ഡലം തെരഞ്ഞെടുപ്പ്, ജില്ലാ, DCC, അത് കഴിഞ്ഞിട്ടാണല്ലോ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുന്നത്. അപ്പോൾ DCC തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് A വിഭാഗത്തിന് 3 ജില്ലകൾ ലഭിക്കുന്നുണ്ട്. ഒന്ന് മലപ്പുറത്ത് ഒരു UK ഫാസി, പത്തനംതിട്ടയിലെ ഫിലിപ്പോസ് തോമസ്, അതുപോലെ കാസർഗോഡ് I രാമറൈ. ഈ 3 DCCകൾ ആൻ്റണി വിഭാഗത്തിന് ലഭിച്ചു. കണ്ണൂരിൽ K സുധാകരൻ പ്രസിഡൻ്റായി. പക്ഷേ അദ്ദേഹം ഒരു ഗ്രൂപ്പിൻ്റെയും ആളായിട്ടല്ല അന്ന് തിരഞ്ഞെടുക്കപ്പെട്ട് വന്നത്, അദ്ദേഹത്തിൻ്റെ സ്വന്തം നിലയ്ക്ക് പ്രസിഡൻ്റാവുകയായിരുന്നു. അതേസമയം തൃശ്ശൂർ, കോട്ടയം ജില്ലകളിൽ തെരഞ്ഞെടുപ്പ് നടന്നുമില്ല, DCC തെരഞ്ഞെടുപ്പ് നടന്നില്ല. അപ്പോൾ ഈ പശ്ചാത്തലത്തിലാണ് ജാനുവരി 31 നന്ദാവനത്തെ തിരുവനന്തപുരത്ത് മുസ്ലിം അസോസിയേഷൻ ഹാളിൽ, ഞാനിപ്പോഴും ഓർക്കുന്നു, അവിടെ വെച്ചാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഞാൻ റിപ്പോർട്ടിങ്ങിലില്ല. അത് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിന് ശേഷം സംഘർഷത്തിലേക്ക് വളരുമ്പോൾ റിപ്പോർട്ടിങ്ങിലുണ്ട്. അത് ഗ്രൗണ്ട് സീറോയിൽ നിന്നുകൊണ്ട് റിപ്പോർട്ട് ചെയ്ത ആളാണ് ഞാൻ. അന്ന് എൻ്റെ ബ്യൂറോ ചീഫായിരുന്ന N ബാലകൃഷ്ണൻ, ഒപ്പം ഞാനും കൂടെ ചേർന്നാണ് ആ സംഭവവികാസങ്ങൾ വളരെ വിപുലമായിട്ട് റിപ്പോർട്ട് ചെയ്തത്. ഓരോ ദിവസവും ഓരോ സംഭവവികാസങ്ങളിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഞാനീ പറഞ്ഞ മുസ്ലിം അസോസിയേഷനുകളിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അന്ന് A ഗ്രൂപ്പുകാർ ഒരിക്കലും ഒരു എതിർ സ്ഥാനാർത്ഥി ആൻ്റണിക്ക് ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചില്ല. കാരണം അന്ന് മുഖ്യമന്ത്രി കരുണാകരനാണ്. അപ്പോൾ ഈ ഗവൺമെൻറ് ഭംഗിയായിട്ട് നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ KPCCയിൽ അതിനനുസരിച്ച് ഉള്ള ഒരു സംവിധാനമാണ് ഉണ്ടാവേണ്ടത്. ആൻ്റണിയെയും മറ്റും ഒഴിവാക്കി നിർത്തിക്കൊണ്ടുള്ള ഒരു സംവിധാനം ശരിയാവില്ല. അപ്പം എതിർ സ്ഥാനാർത്ഥി ഉണ്ടാകും എന്ന് അവരത്ര ഉറച്ചു വിശ്വസിച്ചില്ല. പക്ഷേ പലരും പ്രതീക്ഷിക്കാതെ ആൻ്റണിക്കെതിരെ കരുണാകരൻ മുന്നോട്ട് വച്ച സ്ഥാനാർത്ഥി വയലാർ രവിയായിരുന്നു. വയലാർ രവിയെ നമുക്കറിയാം, ഒരുപക്ഷേ ആൻ്റണിയെയും ഉമ്മൻചാണ്ടിയും ഒക്കെ KSUവിലേക്കും യൂത്ത് കോൺഗ്രസ്സിലേക്കും കൊണ്ടുവന്ന ആളാണ് വയലാർ രവി. വയലാർ രവിയാണ് ഇവരുടെ തുടക്കക്കാരൻ, ആദ്യകാല നേതാവ് എന്ന് തന്നെ പറയാവുന്ന ആൾ. പക്ഷെ പിന്നീട് ആൻ്റണി ഗ്രൂപ്പ് ഉണ്ടായപ്പോൾ അത് ആൻ്റണിയുടെ നേതൃത്വത്തിലാണ് രൂപം കൊണ്ടത്. അപ്പോൾ വയലാർ രവി അതിലൊരു രണ്ടാമൻ
മാത്രമായിരുന്നു. അങ്ങനെ ഒരു ചെറിയ നിരാശ, രാഷ്ട്രീയ ജീവിതം സംബന്ധിച്ച ഒരു ചെറിയ ഫ്രസ്ട്രേഷൻ വയലാർ രവിക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയായ മേഴ്സി ചേച്ചിക്കും ഉണ്ടായിരുന്നു. അപ്പോൾ മേഴ്സി ചേച്ചിയാണ് കരുണാകരനെ പോയി കണ്ട് സംസാരിക്കുന്നത്. വേണമെങ്കിൽ വയലാർ രവി ആൻ്റണിക്കെതിരെ മത്സരിക്കും എന്ന ഒരു സന്ദേശം നൽകിക്കൊണ്ട് സംസാരിക്കുന്നത്. കരുണാകരൻ അതിബുദ്ധിമാനാണല്ലോ, രാഷ്ട്രീയ തന്ത്രങ്ങളിൽ അദ്വിതീയനായ ഒരു ആളാണ്. അദ്ദേഹം ഏറ്റവും നല്ല സ്ഥാനാർത്ഥി വയലാർ രവിയാണ്. അങ്ങനെ മത്സരം നടന്നു. വയലാർ രവിക്ക് 129 വോട്ട് കിട്ടി, ആൻ്റണിക്ക് 111. ഒരു 18 വോട്ടിൻ്റെ വ്യത്യാസത്തിൽ ആൻ്റണി തോറ്റുപോയി. വയലാർ രവി പ്രസിഡൻ്റ് ആവുകയാണ്. ഇതൊരു വലിയ സംഭവവികാസം, കോൺഗ്രസ്സിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവവികാസം. അതായത് അതുവരെയുള്ള ഗ്രൂപ്പ് സമവാക്യങ്ങൾ എന്ന് പറയുന്നത് പരസ്പരം അംഗീകരിച്ചുകൊണ്ട് പരസ്പരം സാന്നിധ്യം സമ്മതിച്ചു കൊടുത്തുകൊണ്ടുള്ള ഒരു വളരെ ആരോഗ്യകരമായ ഒരു മുന്നോട്ട് പോക്കായിരുന്നു. ഇത് മാറുകയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്ത് കരുണാകരൻ ഇരിക്കുന്നു, ഒപ്പം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആ ഗ്രൂപ്പിൽ നിന്ന് തന്നെയുള്ള വയലാർ രവി. അപ്പോൾ അദ്ദേഹം ഗ്രൂപ്പ് മാറിയല്ലോ. അദ്ദേഹത്തിൻ്റെ കരുണാകരൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വയലാർ രവി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ സാഹചര്യത്തിലും വേണമെങ്കിൽ അന്തരീക്ഷം രക്ഷിച്ചെടുക്കാമായിരുന്നു. കാരണം പിന്നീട് ഒരു വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും ഒരു ട്രഷറർ സ്ഥാനത്തേക്കും 8-10 എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളുടെ സ്ഥാനത്തേക്കും തിരഞ്ഞെടുപ്പുണ്ട്. അപ്പോൾ ആ തിരഞ്ഞെടുപ്പ് ഒഴിവാക്കിക്കൊണ്ട് എ ഗ്രൂപ്പിനെ കൂടെ അവർക്കും കൂടെ ഒരു അർഹമായ ഒരു പ്രാതിനിധ്യം നൽകിക്കൊണ്ട് വേണമെങ്കിൽ പ്രശ്നം രൂക്ഷമാകാതെ നോക്കാമായിരുന്നു. പക്ഷേ അത് ഉണ്ടായില്ല. ആരും അതിന് തയ്യാറായില്ല. പകരം ജി കാർത്തികേയൻ വൈസ് പ്രസിഡൻറ്റും പ്രൊഫസർ KB തോമസ് ട്രഷററുമായിട്ട് തെരഞ്ഞെടുപ്പ് നടന്നു. മാത്രമല്ല എക്സിക്യൂട്ടീവിലേക്കും എല്ലാം ഐ ഗ്രൂപ്പിൽ നിന്ന് ഉള്ള ആളുകളെയാണ് വെച്ചത്. അപ്പോൾ ഇതൊരു ഏകപക്ഷീയമായ KPCC ആയിട്ട് മാറി. എ ഗ്രൂപ്പിന് ഒരു പ്രാതിനിധ്യവുമില്ലാത്ത ഒരു KPCC ആയിട്ട് മാറി. ഇതാണ് വാസ്തവത്തിൽ പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാക്കിയത്. അപ്പോൾ AICC സമ്മേളനത്തിലുള്ള തീയതി അടുത്ത് വരിക. ഏപ്രിൽ 14, 15, 16 തീയതികളിലാണ് അത് നിശ്ചയിച്ചിരിക്കുന്നത്. അന്ന് ആന്ധ്രാപ്രദേശിലെ തിരുപ്പതിയിലാണ് ഈ സമ്മേളനം നടക്കുന്നത്. അപ്പോൾ എ ഗ്രൂപ്പുകാർ പുതിയൊരു സമരമുഖം തുറക്കാൻ തീരുമാനിച്ചു. അതായത് AICC സമ്മേളനത്തിൽ വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കും. അല്ലെങ്കിൽ ഇനി ഏകപക്ഷീയമായിട്ടാണെങ്കിൽ പ്രസിഡൻ്റ് ഒരു പാനൽ വയ്ക്കും, എതിരില്ലെങ്കിൽ ആ പാനൽ തിരഞ്ഞെടുക്കപ്പെടും. ഒന്നുകിൽ AK ആൻ്റണി PV നരസിംഹറാവുവിൻ്റെ ഔദ്യോഗിക പാനലിൽ ഉണ്ടാവണം. അങ്ങനെ ഉണ്ടാവുന്നില്ലെങ്കിൽ മത്സരം സംഭവിക്കുകയാണെങ്കിൽ ആൻ്റണി മത്സരിക്കും, ആൻ്റണിയെ ജയിപ്പിക്കണം. അങ്ങനെ ഒരു തീരുമാനം എ ഗ്രൂപ്പുകാരെടുത്തു. അതിൻ്റെ ചുമതല ഉമ്മൻചാണ്ടിക്കായിരുന്നു. ഉമ്മൻചാണ്ടി അന്നു മുതൽ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് നേതാക്കളുമായി ബന്ധപ്പെട്ടു. ആൻ്റണി മത്സരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇത് ഈ യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവ ആഴ്ചയിലാണ് നടക്കുന്നത്. ദുഃഖവെള്ളിയാഴ്ചയും ഈസ്റ്ററും ഒക്കെ വരുന്ന ആഴ്ചയിലൊക്കെയാണ് ഈ സന്നാഹങ്ങളൊക്കെ നടക്കുന്നത്. സാധാരണഗതിയിൽ ഉമ്മൻചാണ്ടി ആ ദിവസങ്ങളിൽ ദുഃഖവെള്ളിയാഴ്ച നിർബന്ധമായും പുതുപ്പള്ളിയിലെ സെൻറ്റ് ജോർജ് പള്ളിയിൽ ദുഃഖവെള്ളിയാഴ്ച ആചരണത്തിന് ഉണ്ടാവേണ്ടതാണ്. പക്ഷേ അദ്ദേഹം അന്ന് ഡൽഹിയിലേക്ക് പോയി. അവിടെ ഹൗസ് കാസിലുള്ള ഒരു ഓർത്തഡോക്സ് പള്ളിയിലാണ് അദ്ദേഹം അന്ന് ഈ പ്രാർത്ഥനയ്ക്ക് അല്ലെങ്കിൽ ദുഃഖവെള്ളിയാഴ്ചയുടെ ആചരണത്തിന് ചേർന്നത്. അവിടുന്ന് അദ്ദേഹം ഡൽഹിയിലുള്ള നേതാക്കളുമായിട്ട് സംസാരിക്കുന്നു. പിന്നീട് തിരുപ്പതിയിലേക്ക് അദ്ദേഹം നേരത്തെ തന്നെ പോവുകയാണ്. അവിടെ ചെന്ന് അപ്പോഴത്തേക്ക് അവിടെ നേതാക്കളൊക്കെ എത്തിത്തുടങ്ങി. ആൻ്റണിയും മറ്റും എത്തുന്നതിന് മുമ്പ് തന്നെ അവിടെ അദ്ദേഹം എത്തി. ആൻ്റണിക്ക് വേണ്ടിയുള്ള കാൻവാസിങ് ആരംഭിച്ചു. അന്ന് നരസിംഹറാവുവിനെതിരായിട്ട് അർജുൻ സിംഗും ശരത് പവാറും ചേർന്ന് ഒരു പാനൽ അവതരിപ്പിക്കാൻ തീരുമാനിച്ചു. ആ പാനലിൽ ആൻ്റണിയെ ഉൾപ്പെടുത്തണം. അതായിരുന്നു ഇവിടുത്തെ എ ഗ്രൂപ്പുകാരുടെ താല്പര്യം. അതനുസരിച്ച് അർജുൻ സിംഗുമായിട്ടും പവാറുമായിട്ടും സംസാരിക്കുന്നു. സ്വാഭാവികമായിട്ടും അവർക്ക് ആൻ്റണിയുടെ പേര് ഉൾക്കൊള്ളിക്കുന്നതിൽ സന്തോഷമുള്ളൂ. കാരണം ഒരു നല്ല ആദർശധീരനായ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നല്ല പ്രതിച്ഛായുള്ള ഒരാളാണ്. കോൺഗ്രസ് പാർട്ടിയിലെ അത്തരത്തിലുള്ള അപൂർവം നേതാക്കളിൽ ഒരാളാണ് AK ആൻ്റണി. അതുകൊണ്ട് അദ്ദേഹം ആ പാനലിൽ വരുന്ന അവർക്ക് സന്തോഷകരമായ കാര്യമായിരുന്നു. അങ്ങനെ തെരഞ്ഞെടുപ്പ് നടന്നു. അതിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടി ജയിച്ചത് അർജുൻ സിംഗാണ്. രണ്ടാമത്തെ വോട്ട് കിട്ടി ജയിച്ചത് ആൻ്റണിയാണ്. അർജുൻ സിംഗും ആൻ്റണിയും തമ്മിലുള്ള വോട്ടിൻ്റെ വ്യത്യാസം
4 വോട്ട് മാത്രമായിരുന്നു. ഇതേ തുടർന്നാണ് ശ്രീ കെ കരുണാകരൻ ഒരു കാർ അപകടത്തിൽപ്പെടുന്നു. അദ്ദേഹത്തെ വിദഗ്ധ ചികിത്സയ്ക്കായിട്ട് വാഷിങ്ടണിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ നിയമസഭ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ സഭയിൽ ഭരണപക്ഷത്തിന് ഒരു സഭാ നേതാവ് വേണം, അത് മസ്റ്റാണ്. സാധാരണഗതിയിൽ മുഖ്യമന്ത്രിയാണ് സഭാ നേതാവായി പ്രവർത്തിക്കുക. അപ്പോൾ ആരായിരിക്കണം കരുണാകരന് പകരം സഭാ നേതാവായി ഇരിക്കേണ്ടത്? ആരായിരിക്കണം മുഖ്യമന്ത്രിയുടെ ചുമതലകൾ വഹിക്കുക? ഈ 2 ചോദ്യങ്ങൾ ഉയർന്നു വന്നു. വാഷിങ്ടണിലേക്കുള്ള യാത്രാമധ്യേ ഡൽഹിയിലെത്തിയപ്പോൾ അവിടെ വച്ചാണ് കരുണാകരൻ അക്കാര്യത്തിലൊരു തീരുമാനമുണ്ടാകുന്നത്. സഭാ നേതാവിൻ്റെ ചുമതലകൾ ഉമ്മൻചാണ്ടി വഹിക്കും. അതേസമയം മന്ത്രിസഭയിൽ അധ്യക്ഷത വഹിക്കുന്നത് CV പത്മരാജനായിരിക്കും. അന്ന് ഉപനേതാവ് ഉമ്മൻചാണ്ടിയാണ് വാസ്തവത്തിൽ തൽക്കാലത്തേക്കാണെങ്കിലും ആ പദവിയിലേക്ക് വരേണ്ടത്. അത് CV പത്മരാജന് കൊടുത്തു. കരുണാകരൻ കൈകാര്യം ചെയ്തിരുന്ന വകുപ്പുകൾ ഉമ്മൻചാണ്ടിക്കും PP ജോർജിനും CV പത്മരാജനുമായിട്ട് വീതിച്ചു കൊടുത്തു. പക്ഷേ അത് ഒരു അപമാനമായിട്ടാണ് ഉമ്മൻചാണ്ടിക്ക് തോന്നിയത്. അദ്ദേഹം ഉപനേതാവാണെങ്കിലും അദ്ദേഹത്തെ പരിഗണിക്കാതിൽ പ്രതിഷേധിച്ച് അദ്ദേഹത്തെ സഭാ നേതാവാക്കിക്കൊണ്ടുള്ള തീരുമാനം അദ്ദേഹം സ്വീകരിച്ചില്ല, ഒഴിയുകയാണെന്ന് പറഞ്ഞുകൊണ്ട് വാഷിങ്ടണിലായിരുന്ന കരുണാകരന് ഒരു ഫാക്സ് സന്ദേശം അയക്കുകയാണ് ചെയ്തത്. ഇതോടെ ഗ്രൂപ്പ് വഴക്കങ്ങനെ ശക്തമാവുകയാണ്. ഈ ഒരു സന്ദർഭമാകുമ്പോഴേക്ക് ഞാനും ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ടറായിട്ട് മാറിയിരുന്നു. പലതരത്തിലുള്ള കൂടിയാലോചനകളൊക്കെ കരുണാകരൻ വന്നതിന് ശേഷം നടക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് തിരുത്തൽവാദ ഗ്രൂപ്പ് ഉണ്ടാകുന്നു. കനകക്കുന്നിലുണ്ടായ ഒരു കലാപം, അതിനെക്കുറിച്ച് ഇവിടെ വിശദമായി പറയേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അങ്ങനെ ഒരു 3ാം ഗ്രൂപ്പ് അല്ലെങ്കിൽ തിരുത്തൽവാദി സംഘം G കാർത്തികേയൻ, MI ഷാനവാസ്, രമേശ് ചെന്നിത്തല എന്നിവരുടെ നേതൃത്വത്തിലുണ്ടാകുന്നു. പിന്നീട് ചില ഒത്തുതീർപ്പുകളൊക്കെ സംഭവിക്കുന്നുണ്ട് KPCCയിൽ. അങ്ങനെ ശാന്തമായി നിൽക്കുന്ന സമയത്താണ് TH മുസ്തഫയുടെ ഒരു പ്രസ്താവന വരുന്നത്. അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ കേരളത്തിലെ A ഗ്രൂപ്പുകാർ പാമ്പ് വേലായുധൻ്റെ അവസ്ഥയിലാണെന്ന് പറഞ്ഞു. പാമ്പ് വേലായുധൻ എന്ന് പറഞ്ഞാൽ അക്കാലത്ത് ഈ പാമ്പിനൊപ്പം സർപ്പയജ്ഞം നടത്തിക്കൊണ്ട് വളരെ പ്രസിദ്ധി നേടിയ ഒരാളാണ്. വലിയ കണ്ണാടിക്കൂട്ടിൽ കുറേ പാമ്പുകളെ ഇടുന്നു, അതിനൊപ്പം വേലായുധന് വിരിക്കും ആ കണ്ണാടിക്കൂട്ടിൽ. അങ്ങനെ ഒരു സർപ്പയജ്ഞം നടത്തി വളരെ പ്രസിദ്ധനായ ആളാണ്. അപ്പോൾ ആദ്യകാലഘട്ടങ്ങളിലൊക്കെ മാധ്യമങ്ങൾ വേലായുധന് ധാരാളം പബ്ലിസിറ്റി കൊടുത്തിരുന്നു, ധാരാളം വാർത്തകളൊക്കെ വന്നു. കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ ഒരു കൗതുകം, അതിൻ്റെ ഒരു നോവൽറ്റിയൊക്കെ ഇല്ലാതായപ്പോൾ മാധ്യമങ്ങൾ അവരെ ഉപേക്ഷിച്ചു. അതുപോലെ ഇപ്പോൾ മാധ്യമങ്ങൾ A ഗ്രൂപ്പിനെ ശ്രദ്ധിക്കുന്നില്ല, പാമ്പ് വേലായുധൻ്റെ അവസ്ഥയിലായി എന്ന് പറഞ്ഞു. ഇത് A ഗ്രൂപ്പുകാരെ വല്ലാതെ പ്രകോപിപ്പിച്ചു. അന്ന് കോഴിക്കോട് ജില്ലയിൽ ഒരു ഗ്രൂപ്പ് തിരിഞ്ഞുള്ളൊരു സമ്മേളനം നടന്നപ്പോൾ ഉമ്മൻചാണ്ടി പ്രസംഗിച്ചു, അവിടെ പങ്കെടുത്തു, പ്രസംഗിക്കുകയും ചെയ്തു. അത് വലിയൊരു റാലിയായിട്ട് അല്ലെങ്കിൽ യോഗമായിട്ട് മാറി. അങ്ങനെ ഇരുന്നപ്പോൾ ഇവർക്ക് മനസ്സിലായി വേണമെങ്കിൽ ഒന്ന് പോരാടി നോക്കാം എന്നൊരു സാഹചര്യം ഒത്തുവന്നപ്പോൾ വീണ്ടും ഗ്രൂപ്പ് വഴക്കിൻ്റെ നെരിപ്പോടിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി എടുത്ത് എറിയപ്പെടുകയാണ്.